നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നിരവധി വാർത്തകളുള്ള ഒരു വാർത്താ ദിനമാണ് ഇന്ന്. അവധിയാണെങ്കിൽ കൂടിയും ഞായറാഴ്ചയാണ്, അവധി ദിനമാണ്. പക്ഷേ വാർത്തകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ദാരിദ്ര്യമില്ല. പക്ഷേ നിരവധി വാർത്തകളുണ്ട്. നമുക്കതിലേക്കൊക്കെ വിശദമായി എത്താം. ആദ്യം ടോപ്പ് ഹെഡ്ലൈൻസ്. പ്രഭാത കേരളം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കിടക്കുമ്പോൾ ആദ്യം പോകുന്നത് അയോധ്യ വാർത്തകളിലേക്കാണ്. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ മറ്റന്നാൾ. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങിനൊരുങ്ങിയ അയോധ്യ നാളെ പകൽ 12:15-നും 12:45-നും ഇടയിലാണ് പ്രതിഷ്ഠാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അയോധ്യയിലെത്തും. പ്രാൺ പ്രതിഷ്ഠ കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ വലയത്തിലാണ് അയോധ്യ. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ശേഷം ദർശനം നടത്താമെന്ന കണക്കുകൂട്ടലിൽ ആയിരങ്ങൾ നഗരത്തിലേക്ക് എത്തുന്നുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ അയോധ്യയിൽ നിന്ന് ചേരും. എന്തായാലും പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നാളെ നടക്കാൻ പോകുന്നു. നാളെ 12:15-നും 12:45-നും ഇടയിലാണ് ചടങ്ങുകൾ നടക്കുക. രഞ്ജിത്ത് രാമചന്ദ്രൻ അയോധ്യയിൽ നിന്നും ചേരുന്നു. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. നാളെ പ്രതിഷ്ഠ നടത്തും. എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? പ്രധാനമന്ത്രി എപ്പോഴായിരിക്കും അയോധ്യയിൽ എത്തുക? അങ്ങനെയുള്ള വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് വിശദമായി തന്നെ പോകാം, അല്ലേ? തീർച്ചയായും പ്രധാനമന്ത്രി ഇന്ന് അയോധ്യയിൽ എത്തില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹം നാളെയാണ് എത്തുക. നാളെ 10:35-ന് മാത്രമാണ് അദ്ദേഹം അയോധ്യയിലേക്ക് എത്തുക എന്ന വിവരവും അടക്കം പുറത്തു വരുന്നുണ്ട്. ഏതായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നുണ്ട്. ഇന്ന് എത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. പക്ഷേ നാളെ മാത്രമേ അയോധ്യയിലേക്ക് എത്തൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം രഞ്ജിനി. ഈ പുഷ്പാലങ്കാരങ്ങളാൽ പുഷ്പങ്ങളാൽ മനോഹരമായി അലങ്കരിച്ചിരിക്കുകയാണ് അയോധ്യയിലെ ഓരോ സ്ഥലവും എന്നുള്ളതാണ്. ഞാൻ ക്ഷേത്രത്തിന്റെ മുന്നിലാണുള്ളത്. ഈ ക്ഷേത്രത്തിന്റെ ഈ ഒരു സ്ഥലത്ത് നിന്ന് തൊട്ടപ്പുറത്തേക്ക് പ്രവേശനമില്ല. മാധ്യമപ്രവർത്തകരെ അടക്കം ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്ത ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കാണണം. പോലീസിന്റെ വലിയ സുരക്ഷയിലും മറ്റുമാണ് ഈ പ്രദേശം. പോലീസ് ഉദ്യോഗസ്ഥർക്ക്, നിർമ്മാണ തൊഴിലാളികൾക്ക് മാത്രമാണ് അകത്തേക്ക് പ്രവേശനമുള്ളത്. മറ്റുള്ളവരെയൊക്കെ നിയന്ത്രിച്ചിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. മനോഹരമായി ഉള്ള ദൃശ്യങ്ങൾ, ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പുഷ്പങ്ങൾ ഉപയോഗിച്ചുള്ള അലങ്കാരം ഇവിടെ നല്ല ഗംഭീരമായി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ രാമപട്ടാഭിഷേകത്തിന് അയോധ്യ പൂർണ്ണമായും ഒരുങ്ങുകയാണ്. സർവാഭരണ വിഭൂഷിതമായി സർവം തികഞ്ഞാണ് നഗരത്തിലെ ഓരോ വീഥികളും. 55 രാജ്യങ്ങളിൽ നിന്നുള്ള VVIPകളെ സ്വീകരിച്ച് ആനയിക്കുകയാണ് നഗരം. ആ വാർത്തയിലേക്ക്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ ക്ഷേത്രവും വീഥികളും, സ്വർണ്ണഗോപുരം പോലെ തിളയ്ക്കുന്ന അലങ്കാര വിളക്കുകൾ, എങ്ങും ഉത്സവാന്തരീക്ഷം, ഭജനുകളും രാമസ്തുതികളും പാടുന്ന ഭക്തർ. ക്ഷേത്രങ്ങളിൽ പ്രഭാഷണ പരമ്പരകളും അന്നദാനവും. അയോധ്യ അക്ഷരാർത്ഥത്തിൽ രാമപട്ടാഭിഷേകത്തിനുള്ള കളമൊരുക്കലിലാണ്. बहुत अच्छा लग रहा है, राममय हो रही है नेपाल और भारत की संबंध बहुत अच्छा लग रही है ना। अभी ऐसा प्रगाढ़ रिलेशन है हमारी
नेपाल और भारत की रिलेशन और अच्छा हो जाए। सदियों से हमारा ये रोटी बेटी का रिलेशन है ना, सामाजिक धार्मिक रिलेशन सब एक ही है, हमारी कल्चर एक ही है और एक हो जाए। जय श्री राम। जय श्री राम। जिए जोगी मोदी दोनों भैया जो अयोध्या के लाल कैले हो, इतना बढ़िया खिलैले भगवा धूजा, सारे देश में तिरंगा फहरैले ना। जय श्री राम, जय हनुमान जी महाराज। जय श्री राम। हम लोग आ रहे नदिया से, मायापुर से आ रहे। हम लोग मायापुर से महाराज आए, हम लोग आए जो 500 बच्चों जो हम लोग अपेक्षा किया श्री रामचंद्र का मंदिर के देखने के लिए, वो आए। हमको बहुत खुशी हो रहा है जो सारा देश को जो सनातन हिंदू भाई लोग है सब एक बार आइए जो मंदिर है उसको दर्शन करने के लिए। जय सिया राम। आपको पता है कि लोगों की मति बदल गई है और लोगों को जाने कैसा लग रहा है, सारे लोग डांस करना चाहते हैं। हाँ वो तो रोके नहीं तो नाचने लगते पूरे चौराहे पे। एक बार हो जाए प्रभु के शरण में, एकदम प्रभु शरण में हो जाए एक बार। सूरत पे मोहन दिल दीवाना हो गया, साबुरी सूरत पे मोहन दिल दीवाना हो गया, अरे दिल दीवाना हो गया, मेरा दिल दीवाना हो गया। വരുന്ന എല്ലാ VVIP അതിഥികൾക്കും ലൈസൺ ഓഫീസർമാർ ഉണ്ടാകും. 55 രാജ്യങ്ങളിൽ നിന്നും 100ഓളം പേരെയാണ് ക്ഷണിച്ചിട്ടുള്ളത്. സുരക്ഷാ ചുമതല SPG ഏറ്റെടുത്തു കഴിഞ്ഞു. കൂടാതെ റെഡ് സോണിലും യെല്ലോ സോണിലും SSFന്റെ 1400 പേരടങ്ങുന്ന സംഘവും. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ. പ്രധാനമന്ത്രിയുടെ നാളെയാണ് പ്രധാനമന്ത്രി ഇവിടെ എത്തുക. 10:25 അയോധ്യ എയർപോർട്ടിലാണ് അദ്ദേഹം എത്തുക എന്നുള്ള ഷെഡ്യൂളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 10:45 അയോധ്യയിലെ ഹെലിപാഡിലെത്തും. 10:55 രാം ജന്മഭൂമി സൈറ്റിലേക്ക് അദ്ദേഹം എത്തുമെന്നുള്ള വിവരമാണ്. 11 മുതൽ 12 വരെ ഉള്ള ഷെഡ്യൂൾ ഒരുപക്ഷെ നടന്ന് അദ്ദേഹം വരുന്നൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. 12-നും 12:55-നും ഇടയ്ക്ക് പ്രാൺ പ്രതിഷ്ഠ റിച്വൽസിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നുള്ളതാണ്. 12:55 ഈ ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രധാനമന്ത്രി അദ്ദേഹം മടങ്ങും. അറൈവൽ അറ്റ് പബ്ലിക് സെറമണി 1 മണിക്ക് ഇവിടെ ഒരു പൊതുയോഗം ഈ അയോധ്യയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുയോഗം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. 1 മണി മുതൽ 2 മണി വരെ മറ്റൊരു പബ്ലിക് ഇവന്റ്, 1 മണി മുതൽ 2 മണി വരെയുള്ള പബ്ലിക് ഇവന്റിൽ അദ്ദേഹം പങ്കെടുക്കും. 2:10 കുബേർ തീല എന്ന ഇവിടുത്തെ ഒരു സ്ഥലത്ത് അദ്ദേഹം പങ്കെടുക്കും, അതായത് എത്തുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ പ്രധാനമന്ത്രി ഷെഡ്യൂൾ അനുസരിച്ച് നാളെ മാത്രമാണ് അദ്ദേഹം എത്തുക. आज प्रवेश नहीं है क्षेत्र में? हाँ, आज प्रवेश इस क्षेत्र में नहीं है सर, आज बंद है, पूरे अयोध्या सील है, इसलिए कल शुरुआत सजावट हो रही है। हाँ, सजावट हो रही है और बहुत सौभाग्य बढ़िया है कि अयोध्या में हम लोग बढ़िया दिन है आपके लिए। हाँ, बहुत बढ़िया दिन है। अरे मोदी जी आ रहे हैं, दर्शन है, भगवान करेंगे। 23 तारीख को हम लोग मंदिर में जाएंगे, जोगी जी जाएंगे, प्रधानमंत्री जी जाएंगे, बहुत खुशी का बात है। ऐसा आज तक हम लोग को आज में प्रधानमंत्री नहीं बने, 16 को प्रधानमंत्री बने, ऐसा नहीं कभी बने जो हमारे मोदी जी कर दिखाए। जय श्री राम, जय श्री राम, जय श्री राम। 34 बरस से हम लगातार आ रहे हैं हर साल, और पहली बार ऐसा देखा गया है कि जो इतना जो सोचा भी नहीं था। इस साल दीपावली की तरह मनाया जा रहा है अपना ये जो श्री राम प्रस्त निष्ठा की तैयारी है, बहुत जोर शोर से पूरे भारत में चल रही है। मैं भी यूपी का होकर सूरत गुजरात से आया हूँ. അതാണ് ഈ ആഘോഷം ഒട്ടും കുറയുന്നില്ല. കാരണം ഇവിടെ വലിയ മഞ്ഞും തണുപ്പും ശീതക്കാറ്റും ഒക്കെ ആഞ്ഞടിക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്ന് രാവിലെയും കനത്ത തണുപ്പുണ്ട്. പക്ഷേ ഇതിനെയൊക്കെ അവഗണിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല എങ്കിൽ പോലും നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇവിടെ എത്തി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തി ഇതിന്റെ ഈ പുഷ്പാലങ്കാരങ്ങളൊക്കെ കാണാനും മറ്റുമായി എത്തിയിരിക്കുന്നത്. അങ്ങനെ വലിയ ആഘോഷം നടക്കുന്നത് അയോധ്യയിൽ മിക്ക സ്ഥലങ്ങളിലുമാണ്. ലതാ ചൗക്കിലും അതേ ആഘോഷങ്ങൾ തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. ക്ഷേത്ര ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ ആഘോഷം പ്രധാനമായും ഈ ലതാ ചൗക്ക് എന്ന് ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്താണ്. അയോധ്യ വിശേഷങ്ങൾ ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് നമ്മോടൊപ്പം വലതു നിരീക്ഷകൻ കൂടിയായ രാഹുൽ ഈശ്വറും കൂടി നമ്മോടൊപ്പം ചേർന്നു. ന്യൂസ് 18 സംഘത്തിനൊപ്പം അദ്ദേഹത്തിനൊപ്പം കുറച്ച് സമയം നമുക്ക് ലതാ ചൗക്കിൽ ചിലവിടാം.
ഈ കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ പങ്കെടുക്കാനായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവര് സർക്കാരിന്റെ പ്രത്യേക ക്ഷണിതാക്കളായാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. 24 അംഗ സന്യാസി ശ്രേഷ്ഠന്മാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരുമായി സംസാരിക്കാമെന്ന് കരുതുന്നു. സ്വാമി ചിദാനന്ദപുരിയും സ്വാമി സത്സ്വരൂപാനന്ദയും രണ്ടുപേരും നേതൃത്വത്തിലാണ് സന്യാസി പരിപാടി നടത്തുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ ലതാ ചൗക്കിലാണ്. ഇവിടെ വലിയ ആഘോഷത്തിലാണ്. ആഘോഷ തീർപ്പ് തൊട്ടുപുറകിൽ നടക്കുന്നു. ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇന്നു മുതൽ നമുക്കറിയാം ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. എന്നോടൊപ്പം രാഹുൽ ഈശ്വർ ഉണ്ട്. രാഹുൽ ഈശ്വർ ഇന്നലെ അയോധ്യയിലെത്തി. നമ്മളെ കാണാനായി ഇപ്പോൾ ലതാ ചൗക്കിൽ എത്തിയിട്ടുണ്ട്. രാഹുൽ, നമസ്കാരം. നമസ്കാരം. ഗംഭീരമായൊരു ഒക്കേഷനാണ്. വളരെ ഇലക്ട്രിഫയിങ് ആയൊരു സ്പേസ് ആണ്. ഒരുപക്ഷെ നൂറ്റാണ്ടുകളുടെ തർക്കത്തിനൊടുവിൽ ഒരു സമവായവും പരിഹാരവും കണ്ടെത്തിയതാണ്. ആ രീതിയിൽ അത് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഇവിടെ കഴിഞ്ഞ വർഷം വന്നിരുന്നു. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ CBSEയുടെ ഭാഗമായി വന്നിരുന്നു. അപ്പോൾ രാമക്ഷേത്രത്തിന്റെ പ്രാഥമിക രൂപങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അത് ഗംഭീരമായി പോകുന്നു എന്നറിഞ്ഞതും ഒരുപക്ഷെ ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറാൻ പോകുന്നു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അയോധ്യ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പേസ് ആണല്ലോ. ആ അയോധ്യയിലെ ഒരു ഗ്ലോറിയും ഗ്രാൻഡൂറും ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ധന്നിപ്പൂർ പള്ളിയും മെയ് 2024 കൺസ്ട്രക്ഷൻ തുടങ്ങുന്നു എന്നാണ് അയോധ്യ അതോറിറ്റി പറയുന്നത്. അതും വളരെ നന്നായി വരട്ടെ. ഇന്നലെ അവിടെ പോകാനും എനിക്കൊരു ഭാഗ്യം ലഭിച്ചിരുന്നു. അവിടുത്തെ ആൾക്കാരെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ സന്തോഷപൂർവ്വം നമ്മുടെ നാടിന് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. ഇന്നലകളുടെ തർക്കവും പ്രശ്നങ്ങളും എല്ലാം മറന്നൊരു പോസിറ്റിവിറ്റി നന്മയിലേക്ക് പോട്ടെ. ഇവിടുത്തെ സാഹചര്യം അത്രമാത്രം ഇലക്ട്രിഫയിങ് ആണ്. 100ഓളം രാജ്യങ്ങളിൽ നിന്ന് ഗസ്റ്റ് വരുന്നുണ്ട്. പ്രധാനമന്ത്രിയുണ്ട്, പ്രധാനപ്പെട്ട പല ഗസ്റ്റുകളും ഉണ്ട്. അപ്പം വലിയൊരു മാഹോൽ, ഹിന്ദിയിൽ മാഹോൽ എന്ന് പറയുന്ന പോലെ ഒരു ഇലക്ട്രിഫയിങ് അറ്റ്മോസ്ഫിയറാണ്. അത് പോസിറ്റീവായി പോകും. ഈ നഗരം ഇതൊരു ശരിക്കും ഒരു നഗരമായി നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ഗ്രാമപ്രദേശം നഗരവൽക്കരണമായി വരുന്നു അല്ലേ? അങ്ങനെയാണ് ഈ അയോധ്യ കാണുന്നത്. അങ്ങനെ തന്നെ കാണണം. കാര്യം അയോധ്യ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള അയോധ്യ ഒരു പക്ഷേ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നിരിക്കാം. ഈ കാലത്ത് അയോധ്യ വീണ്ടും ഡെവലപ്പ് ആകേണ്ടതുണ്ട്. റോഡുകൾ പലതും നാരോ ആണ്. സ്റ്റേയിങ് ഫെസിലിറ്റീസ് കുറവാണ്. ഇല്ലെന്നല്ല, കുറവാണ്. ഒരു ടെമ്പിൾ ടൗൺ ആണ്. ധാരാളം അമ്പലങ്ങളുണ്ട്. അപ്പോൾ ഇത് കുറെ കൂടെ ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു ആവശ്യമുണ്ട്. ഇനിയും വരുന്ന വർഷങ്ങളിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡിന്റെ വളർച്ച അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഡെവലപ്മെന്റ് പോസിബിലിറ്റി ഉണ്ടാകുന്നത്. അയോധ്യയ്ക്ക് വേണ്ടി 2047 എന്നൊരു വിഷൻ അവർ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അതായത് എത്രമാത്രം ഇതിൽ നഗരം വരണം, എത്രമാത്രം അതിൻ്റെ പ്രകൃതി ഭംഗി കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഇത് വലിയ രീതിയിൽ വളരാൻ പൊട്ടൻഷ്യലുള്ള ഒരുപാട് പിൽഗ്രിംസിനെ, ടൂറിസ്റ്റുകളെ എന്ന് പറയുന്നില്ല, പിൽഗ്രിംസിനെ അട്രാക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു സിറ്റിയാണ്. ഈ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ പുറത്ത് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്കൊരു ഫീല് ഈ രാഷ്ട്രീയം എന്നൊരു സാധനം ഇവിടെ ഇല്ല. അത് വലിയൊരു കാര്യമാണ്. അടുത്ത വർഷം മലയാളികൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇവിടെ വരുമ്പോൾ അങ്ങനെ BJP കോൺഗ്രസ് ഒന്നുമില്ല. ഇവിടെ വരുമ്പോൾ ആൾക്കാർ രാമഭക്തര് മാത്രമാണ്. വ്യത്യസ്ത പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഈ നാഷണൽ മീഡിയയിലും നമ്മുടെ മലയാളം മീഡിയയിലും അല്ലെങ്കിൽ ബാക്കിയുള്ള മീഡിയയിൽ വലിയ ചർച്ചയും തർക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അടിസ്ഥാനപരമായി ഇവിടെ വരുമ്പോൾ ഒരു ഉത്സവ പ്രതീതിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ ഉത്സവം നടക്കില്ല. അപ്പോൾ ഉത്സവം നടക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു, പരസ്പര സന്തോഷം പങ്കുവെക്കുന്നു, തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. അപ്പോൾ ഒരു ഉത്സവത്തിന്റെ ലഹരിയിലേക്ക് മാറാനത് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ഞാൻ ലക്നൌവിൽ നിന്ന് കാർ മാർഗമാണ് വന്നത്. ഏകദേശം 130-135 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം കൊടിതോരണങ്ങളും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ 130 കിലോമീറ്റർ കൊടിതോരണങ്ങൾ ഉണ്ടാകണമെങ്കിൽ അപ്പോൾ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു കൺസെൻസസ് ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് പോസിറ്റീവുമാണ്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ അയോധ്യ നഗരത്തെക്കുറിച്ച് പറയായിരുന്നു. ഈ ഇപ്പോൾ സരയൂ നദിയുടെ തീരത്തോട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പുരാണത്തിലൊക്കെ ഒരുപാട് പ്രധാന ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ കുറച്ചുകൂടെ ബോധേഡാകുകയും പഠിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടല്ലേ? ഇതെല്ലാം പ്രിസർവ് ചെയ്യേണ്ട ഒരു കാര്യം. രാമൻ പലപ്പോഴും അപ്രസക്തനായിരുന്നു നമ്മുടെ രാജ്യത്ത്. അത് ഇത് സത്യസന്ധമായി നമ്മളിത് പറയാം. അതായത് ശ്രീരാമൻ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ബിംബങ്ങളിൽ ഒന്നാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും പല തീരുമാനങ്ങൾ കൊണ്ടും വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല. ശ്രീരാമനെ അണ്ടർമൈൻ ചെയ്യാൻ അല്ലെങ്കിൽ താത്തിക്കെട്ടാനോ മറ്റൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി അടക്കം എനിക്ക് ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂരിലൊക്കെ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക ചിഹ്നം ശ്രീരാമനാണ്. അവിടുത്തെ മുസ്ലിം സമൂഹം സാധാരണ ഉപയോഗിക്കുന്ന ഒരു പേരാണ് രാം മുഹമ്മദ്. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹോട്ടൽ സമുച്ചയത്തിന്റെ പേരാണ് ഹോട്ടൽ രാമായണ. ചിലർക്കെങ്കിലും ഓർമ്മ കാണും, ബറാക് ഒബാമ കയ്യിലൊരു ഹനുമാനെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഹനുമാന്റെ പശ്ചാത്തലം 4 കൈയുള്ള ഹനുമാനാണ്. അദ്ദേഹത്തിന് ഒരു ഇന്തോനേഷ്യൻ പാരമ്പര്യം കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പം ലോകത്തെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ താമസിക്കുന്ന ഇന്ത്യയിലും ലോകത്തെ ഏറ്റവും കൂടുതൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ താമസിക്കുന്ന ഇന്തോനേഷ്യയിലും ഒരേപോലൊരു സാംസ്കാരിക ചിഹ്നമാകാൻ ശ്രീരാമന് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ശ്രീരാമനാണ് ഇതിന്റെ സാംസ്കാരിക ചിഹ്നം. ഇന്തോനേഷ്യയുടെ ഔദ്യോഗിക വിമാനത്തിന്റെ പേര് ഇന്നും ഗരുഡ ഇന്തോനേഷ്യ എന്നാണ്. അവിടുത്തെ കറൻസി നോട്ടുകളിൽ പൂണൂൽധാരിയായ ഗണപതിയും മറ്റുമുണ്ട്. അപ്പോൾ ഇതിനൊരു കൾച്ചറുണ്ട്. ഇതിന് ചില പൊളിറ്റിക്കൽ അണ്ടർടോൺസ് കാണാം. അതൊക്കെ മാറ്റിവെക്കാം. സംസ്കാരം, സിവിലൈസേഷൻ, ഭക്തി, ഉത്സവം തുടങ്ങിയ കാര്യങ്ങൾ അത് വളരെ പ്രസക്തമാണ്, വളരെ പ്രധാനമാണ്. ഞാൻ തന്നെ ഇന്നലെ എൻ്റെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തപ്പോൾ അവിടുത്തെ ധന്നിപ്പൂരിലെ കുട്ടികളോട് ചോദിക്കുക ഉണ്ടായി. അവർ പറഞ്ഞ് രണ്ടും നന്നായി പോട്ടെ. 6-7 വയസ്സുള്ള കുട്ടികളാണ്. ഈ 6-7 വയസ്സുള്ള കുട്ടികളുടെ പക്വത പലപ്പോഴും നമുക്കില്ലാതായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം.
നമ്മൾ ഈ രാമനെ ഇത്രത്തോളം രാജ്യം ആഘോഷിക്കുമ്പോൾ അതിനിയുള്ള നമ്മുടെ ചരിത്രത്തിൽ ഏത് തരത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് രാഹുൽ കരുതുന്നത്? ഇതിന് നമുക്കെല്ലാം അറിയുന്നത് പോലെ രാഷ്ട്രീയപരമായ ഒരു സബ് ടെക്സ്റ്റും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ അപ്പാടെ മാറ്റിയൊരു ചരിത്രവുമുണ്ട്. പക്ഷേ അതിനപ്പുറമുള്ള ഒരു സാംസ്കാരിക ചിഹ്നം രാമനുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ അങ്ങേക്ക് ഓർമ്മ കാണും, സാരേ ജഹാം സെ എഴുതിയ വ്യക്തിയാണ് അലാമ മുഹമ്മദ് ഇക്ബാൽ. അദ്ദേഹം പിന്നീട് പല പ്രശ്നങ്ങളും മറ്റും ഉണ്ടായി ഒരു സ്പിരിച്വൽ ഫാദർ ഓഫ് പാകിസ്ഥാനായി പോയി. പക്ഷേ അലാമ മുഹമ്മദ് ഇക്ബാൽ പോലും ശ്രീരാമനെ അഭിസംബോധന ചെയ്യുന്നത് ഇമാമേ ഹിന്ദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ സ്പിരിച്വൽ ലീഡർ, ഇന്ത്യയുടെ ആത്മീയ നേതാവാണ് ശ്രീരാമൻ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. രാമന്റെ പ്രസക്തി മനസ്സിലാക്കാത്തവർ രാജ്യത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ലെന്നാണ് മുഹമ്മദ് ഇക്ബാൽ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ശ്രീരാമൻ, അദ്ദേഹം അങ്ങനെയാണ് ഈശ്വരല്ലാ തേരോനാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പോസിറ്റിവിറ്റി ഉണ്ട്. ഇതിലെല്ലാം രാഷ്ട്രീയവും ഗൂഢാലോചനയും പ്രശ്നങ്ങളുമാണ് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. നമ്മുടെ നാട്ടിൽ ശബരിമല ഉത്സവം നടക്കുന്നത് പോലെ, അല്ലെങ്കിൽ മറ്റൊരു പള്ളിയിൽ ഉത്സവം നടക്കുന്നത് പോലെ, ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്നത് പോലെ. അപ്പോൾ ആ രീതിയിലൊരു പോസിറ്റിവിറ്റി ഈ നഗരത്തിനുണ്ട്. നമ്മളായിട്ട് പറഞ്ഞത് നെഗറ്റീവ് ആക്കരുത്, നമ്മളായിട്ട് ഇതിനെ ടേൺ ഓഫ് ചെയ്യരുത്. ഒരു പോസിറ്റിവിറ്റിയുടെ അറ്റ്മോസ്ഫിയറിൽ പോകുന്നുണ്ട്. അതിൻ്റെ സാംസ്കാരികത, ആത്മീയത, ഭക്തി, സർവോപരി ഈ സ്ഥലത്തിൻ്റെ വികസനം അതും വളരെ പ്രധാനമാണ്. ഈ സ്ഥലത്തിന് ഇനിയും കുറേ കൂടെ നല്ല ഹോസ്പിറ്റൽസ് വേണം, ഹോട്ടൽസ് വേണം, വേണ്ട രീതിയിൽ വലിയ എന്താ പറയുക, അതായത് പ്രകൃതി ഭംഗിക്ക് അനുകൂലമായ ഒരു ഡെവലപ്മെൻറ്റ് വേണം. അത് ഇനിയും അയോധ്യയ്ക്ക് കൈവരണം. ആ വികസനത്തിലേക്കും പോസിറ്റിവിറ്റിയിലേക്കും മന്ദിരത്തിലേക്കും പോട്ടെ. അതോടൊപ്പം ഒരു കാര്യം കൂടി, വർഷം തോറും ഇവർ ഏകദേശം ദശലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു പിൽഗ്രിം അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് 2000 രൂപ വെച്ച് ഇവിടെ ചിലവാക്കിയാൽ അത് തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഒരു എക്കോണമിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം ആ എക്കോണമി മുമ്പോട്ട് കൊണ്ടുവന്ന് നമുക്കിതിനെ മുമ്പോട്ട് പോകാൻ കഴിയണം. ആത്യന്തികമായ ജനങ്ങൾക്ക് എല്ലാം വേണം, ഭക്തി വേണം, സ്കൂള് വേണം, എന്താ പറയുക, ലൈബ്രറി വേണം, ആശുപത്രി വേണം, എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പോസിറ്റിവിറ്റിയാണ് ഇവിടെ ഉള്ളത്. ആ പോസിറ്റിവിറ്റിയിലേക്ക് പോകാനും അതോടൊപ്പം ചിത്ര ചേച്ചി പറഞ്ഞതുപോലെ ഒരു ഭക്തിയുടെ അല്ലെങ്കിൽ ശ്രീരാമനാമം ജപിക്കാനും, ഗാന്ധിജി ശ്രീരാമനാമം ജപിച്ചിരുന്നല്ലോ, ആ പോസിറ്റിവിറ്റിയിൽ പോകണം. എല്ലാത്തിനെയും നെഗറ്റീവായി കണ്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ചിലപ്പോഴെങ്കിലും മലയാള മീഡിയ കൊണ്ട് പറയുകയാണ്, നമ്മൾ മലയാളികൾക്കാണ് കൂടുതൽ എന്തിനൊരു നെഗറ്റിവിറ്റി കണ്ടെത്താൻ കഴിയുന്ന രീതിയിലുള്ളൊരു സാധനം. അപ്പോൾ അതിനപ്പുറമുള്ളൊരു പോസിറ്റിവിറ്റിയുടെ അവസരമാണ് ശ്രീരാമൻ. എല്ലാവർക്കും ഭഗവാൻ, അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്ത പേര് വിളിക്കുന്ന ദൈവം എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ. ശരി, രാഹുൽ ഈശ്വറാണ് ചേർന്നത്. രാഹുലിനെ പോലെയുള്ള ഒരുപാട് പ്രമുഖരായ മലയാളികൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. 22ന്റെ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ. ഏതായാലും നമുക്ക് മറ്റു പ്രമുഖരിലേക്കും കൂടി പോകാം. തൽക്കാലം നിർത്തുന്നു. ഞാനും പ്രശാന്ത് മംഗലശ്ശേരി. അതാണ് 24 അംഗ സന്യാസി സംഘം. ഇന്നലെ മലയാളികളായ സന്യാസിമാരുടെ സംഘം സ്വാമി ചിദാനന്ദപുരുടെ നേതൃത്വത്തിൽ ഇവിടെ തൊട്ടടുത്തുള്ള 10 സീറ്റിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് മറ്റ് VIP-കളായിട്ടുള്ള ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ട്. PT ഉഷ അടക്കമുള്ളവരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. MP ആണ് PT ഉഷ, നമുക്കറിയാം. മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിന് ചുറ്റും ത്രിതല സുരക്ഷ ഏർപ്പെടുത്തിയ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ കാണണം. UP പോലീസ്, UP സ്പെഷ്യൽ സെക്യൂരിറ്റി ഫോഴ്സ്, CRPF, ദ്രുതകർമ്മസേന, ഒപ്പം കമാൻഡോ സംഘം, കേന്ദ്ര സർക്കാരിന്റെ കമാൻഡോ സംഘം എന്നിവ ഇതിന് നേതൃത്വം നൽകുന്നു. പ്രധാനമായി ഉള്ളത് ഈ ആധാർ കാർഡ് കരുതണം, പാസ്സില്ലാത്തവർക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് എന്ന് അതിഥികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വ്യാജ VIP പാസ് അടക്കം പാസ് തട്ടിപ്പിനുള്ള മുൻകരുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ശ്രീകോവിലിലെ ഓരോ നീക്കവും CRPFന്റെ നിരീക്ഷണത്തിലാണ്. ഒപ്പം ഇത് മറ്റൊരു കാര്യം പറയുന്നത്, വിശിഷ്ടാതിഥികൾക്കുള്ള ഇരിപ്പിടങ്ങൾ പ്രത്യേകമായി തയ്യാറാക്കി കഴിഞ്ഞു ഇതിനകം. VIP-കളെ ലക്നൌവിൽ നിന്ന് റോഡ് മാർഗം ക്ഷേത്രത്തിലെത്തിക്കാൻ ഗ്രീൻ കോറിഡോർ തുറന്നിട്ടുണ്ട് ഇവിടെ. അത് വേഗത്തിൽ പോകാൻ തടസ്സങ്ങളില്ലാത്ത ഒരു പാതയാണ് ഈ ഗ്രീൻ കോറിഡോറിനെ കാണുന്നത്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ദേശീയ ദുരന്ത നിവാരണ സേന ക്ഷേത്രത്തിന് സമീപത്ത് ക്യാമ്പ് അടക്കം തുറന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടിയാണ് ഇവിടെ രാം ലല്ലയുടെ പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തയ്യാറാകുന്നത്. അത് പൂർണ്ണമായി കഴിഞ്ഞു. കനത്ത സുരക്ഷയിലാണ്. വലിയ തോതിലുള്ള ചരിത്രം രചിക്കാൻ പോകുന്ന ഒരു സംഭവത്തിനുള്ള പൂർണ്ണ സജ്ജീകരണത്തിലാണ് ഈ പ്രദേശം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതിനിടെ നമുക്കറിയാം, രാഷ്ട്രീയമായ ചില എതിർപ്പുകൾ ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായ ചില കാര്യങ്ങളുണ്ട്. കോൺഗ്രസ് MLA, ഹരിയാനയിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MLA കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം കേന്ദ്ര സർക്കാരിനോടുള്ള എല്ലാ പ്രതിഷേധങ്ങളും കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വരവ്. തൻ്റെ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ പോരായ്മ, രാജ്യമൊട്ടാകെയുള്ള വിവിധ വിഷയങ്ങളൊക്കെ കാട്ടി പ്രതീകാത്മകമായി ഒരു വസ്ത്രം ധരിച്ചാണ് ആ MLA എത്തിയത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. मंदिर में आया? हाँ जी हाईकमान का डायरेक्शन है ना, ऐसा कांग्रेस आदमी इधर आने नहीं है? हाईकमान ने मना कब किया है कि कोई पूजा नहीं कर सकता, कोई मंदिर नहीं जा सकता, आ सकता? मैं तो 15 तारीख को भी आया था, आज भी आया हूँ, और डेली मेरे घर के अंदर जो सबसे पहला काम होता है वो श्री रामचरितमानस के पाठ का होता है, और सब खुश होते हैं।
सबको डेली सुनवाते भी हैं। ये आपको किसने बोला कि हाईकमान मना करता है मंदिर में? दिन में नहीं आना ऐसा बोल दिया ना? नहीं, ऐसा भी नहीं बोला पूजा के दिन नहीं आना। 22 तारीख को इतनी यहाँ भीड़ होगी। आज ही हम लोग 19 तारीख को आए हैं। कम से कम 1 घंटा हमारी गाड़ी खड़ी रही कि योगी जी ने क्रॉस होना है, योगी जी ने क्रॉस होना है। ना आगे जा सकते थे ना पीछे जा सकते थे। तो अपनी 19 तारीख को आज आए हैं। और आज यहाँ आए हैं किस लिए आए हैं? ये जो भाजपा सरकार इधर उधर की बात करती है, मैं कांग्रेस का विधायक हूँ और मैं राम कथा भी करता हूँ। हिंदुस्तान में नहीं, अभी अमेरिका विदेश में भी करके आया हूँ। आज आप देखेंगे इतनी ठंड के अंदर मैंने कफन वाले कपड़े पहन रखे हैं। क्यों पहन रखे हैं? आज मेरी विधानसभा के हालात ये हैं। इस तरीके से लोग नरकीय जीवन जी रहे हैं। क्या इसके बारे में कुछ भाजपा सरकार जवाब देगी कि एक विधायक को अपने इन हालातों में क्यों रहना पड़ रहा है? इतनी भरी ठंड में जहां आप 4-4 कपड़े पहन रहे हैं, नीचे भी कुछ नहीं है। और मैं मांग क्या रहा हूं सरकार से कि हमारी विधानसभा में जो नरकीय स्थिति है उसके पैसे दो। जबकि विधानसभा के अंदर डायरेक्टर लोकल बॉडी ने फाइल पास कर दी, सेक्रेटरी लोकल बॉडी ने कर दी, मंत्री जी ने कर दी, मुख्यमंत्री कार्यालय में फाइल लंबित है। ये सिर्फ धर्म के नाम पे राजनीति करते हैं भाजपा वाले। जबकि श्री राम प्रभु कहते हैं नर सेवा ही नारायण सेवा है। अगर जो आप मनुष्य की सेवा कर रहे हैं तो भगवान कहते हैं मेरी सेवा तो अपने आप हो गई। क्या ये लोग नर नहीं है? यहाँ जो लोग रह रहे हैं इनको साफ अपनी जिंदगी बिताने का कोई हक नहीं है। इस नरकीय जिंदगी में कौन रहेगा? कोई रह सकता है क्या? इसके बारे में चर्चा मत करो इनसे, इसके बारे में मत बात करो, महंगाई के बारे में बात मत करो, भ्रष्टाचार के बारे में मत बात करो। बस इनसे एक ही बात करो तो सिर्फ धर्म की बात करो। भाई धर्म तो कांग्रेसी भी मानते हैं, मेरा भी हिंदू धर्म है, सनातनी आदमी हूँ, वशिष्ठ गोत्र है, राम कथा करता हूँ। मैं कहना चाहूँगा भाजपा वालों से कि मंदिर बने बहुत खुशी की बात है, आए हैं। और आज नहीं आए, इससे पहले भी आए। परंतु जो प्रभु श्री राम कह गए हैं नर सेवा नारायण सेवा है। रामायण में ये नहीं लिखा आपदा को अवसर बनाइए। बहुत बड़े नेता ने एक बार एक कोरोना के टाइम में कह दिया कि आपदा को अवसर बनाइए। मैं भाजपा वालों को बताना चाहता हूँ, आपदा अवसर होती है गिद्ध के लिए, चोर के लिए, लुटेरों के लिए। जब मेरी सीता माँ का अपहरण हुआ तो उस समय सबसे पहले मदद को कौन आए? गिद्धराज जटायु आए। जटायु जी मदद करने के बाद वो भी तो आपदा को अवसर बना सकते थे। उन्होंने सेवा की, प्राण न्यौछावर करे। क्या मिला उनको? जल भर नैन कहत रघुराई, तात कर्म से निजगत पाई। आपका मन में क्या है? पूरा आदमी मंदिर में आना है, कांग्रेस नेता भी पूरा मंदिर में आना है? क्या कहा आपने? मैं समझ ये आपका मन में पूरा कांग्रेस आदमी, कांग्रेस का पूरा नेता मंदिर में आना है? सबको ही आना है, सब आ रहे हैं। 15 तारीख को हमारे दीपेंद्र हुड्डा जी थे, अविनाश पांडे जी थे, मोना मिश्रा थी, सुप्रिया सिन्हा थे, सारे ही लोग थे। किसके लिए पाबंदी है? जिसका मन करे आए, प्रभु जी के दर्शन करके जाए। कुछ लोग पहले आ रहे हैं, कुछ 22 के बाद आएंगे। ഈ മാധ്യമങ്ങൾക്കും സർക്കാരിൻ്റെ UP സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ചില മുന്നറിയിപ്പുകളുണ്ട്. വിദ്വേഷകരമായ വാർത്തകൾ പ്രചരിപ്പിക്കരുത്, അതുപോലെ തന്നെ വിദ്വേഷകരമായ വാർത്തകൾക്കൊപ്പം തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളടക്കം പ്രചരിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പുണ്ട്. അത്തരം നടപടികൾ ഉണ്ടായാൽ, അത്തരം വാർത്തകൾ വന്നാൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ സൈബർ ലോകത്തടക്കം വലിയ തോതിലുള്ള സന്നാഹങ്ങളോടുകൂടിയാണ് ഈ വിഷയത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സമീപിക്കുന്നത്. പഴുതടച്ച സുരക്ഷ എല്ലാ വിഷയങ്ങളിലും കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒപ്പം അയോധ്യയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിർമ്മാണ ജോലിയിലടക്കം പല കാര്യങ്ങളും സേവന പ്രവർത്തനമായി കണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന പല ആളുകളുമുണ്ട്. ശുചീകരണമടക്കം പല തലത്തിലുള്ള ശുചീകരണങ്ങൾ നടക്കുന്നതൊക്കെ പല സ്ഥാപനങ്ങളിലെ ആളുകൾ വന്ന് അവരുടെ മനോധർമ്മം അനുസരിച്ച് ഒരുമിച്ചെത്തി അയോധ്യയുടെയും സരയുവിൻ്റെയും ഒക്കെ പ്രദേശങ്ങൾ ക്ലീൻ ചെയ്തു പോകുന്ന നമുക്ക് കാണാം. നമുക്ക് അത്തരത്തിലൊരു കാഴ്ചയിലേക്കൊന്ന് പോകണം. ഇത് ബാങ്ക്, IDBI ബാങ്കിൻ്റെ, ആക്സിസ് ബാങ്കിൻ്റെ ജീവനക്കാരാണ് ഇന്നലെ സരയുവിൻ്റെ തീരം അത് വൃത്തിയാക്കാനെത്തിയത്. മലയാളിയായ ആക്സിസ് ബാങ്കിൻ്റെ മേധാവിയെ കൂടി നമുക്ക് കാണാൻ ഇടയായി. അദ്ദേഹത്തിൻ്റെയും ശുചീകരണ ജോലിയുടെയും വിശദാംശങ്ങളിലേക്ക്. ഈ അയോധ്യ എത്തുന്നത് മുതൽ ഇവിടുത്തെ പല പ്രവർത്തികളും സേവന പ്രവർത്തനങ്ങളായാണ് പല ആളുകളും കാണുന്നത്. അതിന് ഇപ്പോൾ ഭാഷയോ അത്തരത്തിലുള്ള ചെറിയതോ വലുതൊന്നും വ്യത്യാസമില്ല. പല സ്ഥാപനങ്ങൾ, പല ജീവനക്കാരൊക്കെ ഇവിടെ എത്തി വൃത്തിയാക്കലടക്കമുള്ള പല സേവനങ്ങൾ. ഇപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ജീവനക്കാരാണ് ഇവിടെ ഈ സരയൂ നദിയുടെ തീരം ക്ലീൻ ചെയ്യുന്നത്. ഇങ്ങനെ പല മേഖലകളിലും വിവിധ തലങ്ങളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി കാണാം. നമുക്ക് ആക്സിസ് ബാങ്കിൻ്റെ മേധാവി, അദ്ദേഹം ശ്രീകേഷ് പൈ, അദ്ദേഹം മലയാളിയാണ്, നമ്മോടൊപ്പം ഉണ്ട്. സാർ, എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഞങ്ങളിവിടെ UP പ്രത്യേകിച്ച് നമ്മുടെ പല സ്ഥലത്തു നിന്നുള്ള വോളണ്ടിയേഴ്സായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവർ വന്നിട്ട് ഇവിടെ ക്ലീൻനെസ് ഡ്രൈവ് നടത്തുകയാണ്.
ഇവിടെ നഗർ നിഗമവുമായിട്ട് ചേർന്നിട്ട്. അപ്പോൾ ഇപ്പോൾ മേയറാണ് ഉദ്ഘാടനം ചെയ്തത്. ഒരു 100ഓളം പേര് ആക്സിസ് ബാങ്കിലെ വിവിധ ശാഖകളിലുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ മൊബൈൽ ATM കൂടെ ഇന്ന് ഉദ്ഘാടനമുണ്ട്. 2 കാര്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. മിക്ക വിവിധ സ്ഥലങ്ങളിൽ പോകുന്നുണ്ടല്ലേ? ഈ ഘാട്ടുകൾ മൊത്തം നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, രാവിലെ ഉച്ചയ്ക്കായിട്ടാണ്. ഈ അയോധ്യ മിക്കവാറും എല്ലാവരും സേവന പ്രവർത്തനമായിട്ടാണ് പല കാര്യങ്ങളും കാണുന്നത്, വൃത്തിയാക്കലടക്കമുള്ള കാര്യങ്ങൾ. ഈ വൃത്തിയായിട്ട് കിടക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ആസ് എ റെസ്പോൺസിബിൾ കോർപ്പറേറ്റ് സിറ്റിസൺ നമ്മളും ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാൻ. അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇത് എല്ലാവരും വന്നു ഇവിടേക്ക്. അപ്പോൾ എല്ലാവരും വോളണ്ടറിലി ഇവിടെ വരാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ വലിയ സഹകരണമുണ്ട്, വളരെ വലിയ സഹകരണമുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ ഒത്തുചേരാൻ തീരുമാനിച്ചു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നിരവധി ഏതാണ്ട് 100ഓളം ആളുകളാണ് ഈ സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത്. അയോധ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ചെന്നാൽ ഈ പ്രവർത്തനങ്ങൾ പലരും ഒരു സേവനം. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ മുന്നിൽ പോലും വൃത്തിയാക്കൽ പരിപാടികൾ, ക്ലീൻനെസ് പരിപാടികളൊക്കെ ഒരു സേവന പ്രവർത്തനമായി കാണുന്ന വിവിധ സംഘടനകളെ, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയൊക്കെ കാണാം. ഇനിയും വരും ദിവസങ്ങളിലും ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവിടുത്തെ സാഹചര്യം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മനോഹരമായ ഈ സരയൂ നദിയുടെ തീരത്താണ്, കരയിലാണ്. അവിടെയാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമേന്ദ്രൻ, അയോധ്യ. അങ്ങനെ രാംലല്ലയുടെ ശ്രീരാമ പട്ടാഭിഷേകത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ അവസാന ഘട്ടത്തിലാണ്. ഇന്നും പൂജ വിധിപ്രകാരമുള്ള, താന്ത്രിക വിധിപ്രകാരമുള്ള ഒരുപാട് പൂജ ചടങ്ങുകൾ എൻ്റെ തൊട്ടുപുറകെയുള്ള ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട്. ഇന്നലെ, നാളെ, ഇന്ന് കൂടി തുടരും. നാളെയാണ് പ്രധാനപ്പെട്ട പ്രാൺ പ്രതിഷ്ഠ നടക്കുക എന്നുള്ളതാണ്. നമുക്ക് അയോധ്യയിലെത്തിയാൽ നമ്മൾ രുചിച്ചു പോകേണ്ട ചില കാര്യങ്ങളുണ്ട്, ചില പലഹാരങ്ങളുണ്ട്. അതിൽ മധുര പലഹാരങ്ങൾ, സമോസയൊക്കെ വരും. അങ്ങനെ രാവിലെ ഇറങ്ങിയാൽ ജിലേബിയും സമോസയും രുചിച്ച്, പക്കോട കഴിച്ച് അങ്ങനെ നിരത്തിലൂടെ നടക്കാൻ നല്ല രസമുള്ള കാഴ്ചയാണ്. അയോധ്യയുടെ രുചിഭേദങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടു വരാം. രാവിലെ നല്ല കടുത്ത തണുപ്പാണ്. അതായത് നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഒന്നും ഇട്ടാൽ പോലും ഈ തണുപ്പ്, കോട്ടിട്ടാൽ പോലും ഈ തണുപ്പിൻ്റെ ഒരു കാഠിന്യം അങ്ങോട്ട് കുറയില്ല. അപ്പോൾ ഇവിടുത്തെ ഞാനും പ്രശാന്തും ഒക്കെ രാവിലെ ഷൂട്ടിങ്ങിന് ഇറങ്ങിയതാണ്, ലൈവായിരുന്നു. അതിന് ശേഷം നമുക്കൊന്ന് ഈ തണുപ്പൊന്ന് മാറ്റാൻ ഒരു പ്രധാന കാര്യം ചെറിയ ചൂടായ ചില സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം എത്തിയിരിക്കുന്നത് ഇവിടുത്തെ രാവിലത്തെ ഒരു തിരക്കുള്ള ഒരു കടയിലേക്കാണ്. ഇവിടുത്തെ പ്രധാന വിഭവങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ജിലേബിയാണ്, മറ്റൊന്ന് നമ്മുടെ സമോസ. നല്ല ചൂട് ജിലേബി, ചൂട് സമോസ. അതിനൊക്കെ ഒരു പ്രിപ്പറേഷന് ഒരു പ്രത്യേക രീതിയുണ്ട്. നമുക്ക് അതിലേക്കൊന്ന് പോവാം. ജിലേബി നമ്മൾ സ്വീറ്റാണ്, അതിൻ്റെ കൂടെ കഴിക്കുന്ന അതിൻ്റെ കോമ്പിനേഷനാണ് പ്രത്യേകത. ഈ ജിലേബി भैया इसके साथ क्या क्या है? दही है, जलेबी है, रबड़ी है, തൈര്, നമ്മുടെ അവിടുത്തെ തൈര്, ഒപ്പം സ്വീറ്റ് മിൽക്ക്, അതായത് അതിനൊരു പ്രത്യേക പേരുണ്ട്, സ്വീറ്റ് മിൽക്ക് കൂടി ചേർത്താണ് ഈ രീതിയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കണ്ടാൽ നമുക്കൊരു വ്യത്യസ്തത തോന്നും. നമ്മുടെ ഈ സമോസ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സമോസയല്ല കേട്ടോ. ഇത് ഗംഭീര നല്ല യഥാർത്ഥ സമോസ കഴിക്കണമെങ്കിൽ നമ്മൾ ഈ അയോധ്യ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്തണമെന്നുള്ളതാണ്. അതിൻ്റെ കോമ്പിനേഷൻ രസമാണ്. അതിനൊപ്പം ചില സംഗതികളും ചേർക്കുന്നുണ്ട്. इसमें क्या क्या कर दिया है? आलू चना चटनी. ഓ, ആലു ആണ് ഈ പിന്നെ സമോസയ്ക്കൊപ്പം ആലു, ചന ചട്നി, ഒപ്പം അല്പം തൈരും ചേർത്താണ്. ഗംഭീര സാധനമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. കഴിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി നമ്മൾ മനസ്സിലാക്കുന്നത്. തണുപ്പോന്റെ ഏറ്റവും പ്രധാനമാണ് കേട്ടോ. ചൂട് ചായ നല്ല ചൂടുണ്ട്. സമോസ കഴിച്ചു. ഇനി നമുക്ക് ജിലേബിയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജിലേബി പോലെയല്ല, നല്ല സുന്ദരം ജിലേബിയാണ്. പക്ഷെ അതിന്റെ കോമ്പിനേഷനാണ് ഏറ്റവും രസം. തൈര് ചേർത്തുള്ള ജിലേബിയാണ്.
ഇത് നമുക്കൊരു മലയാളികൾക്ക് അല്പം പുതിയ സാധനമായി. ചായേ ഇതുണ്ടോ, ഇത് നമ്മുടെ മൺകപ്പാണ്. മൺകപ്പ് ഇത് യൂസ് ആൻഡ് ത്രോ ആണ് കേട്ടോ. ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഡിസ്പോസ് ചെയ്യണം. ഇവിടെ ഈ പ്ലാസ്റ്റിക് ഫ്രീ അയോധ്യയാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ്, മറ്റേ ഈ വേസ്റ്റുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് ഈ മൺകപ്പിൽ ഇവിടെ ചായ സെർവ് ചെയ്യുന്നത്. ഇവിടുത്തെ മിക്ക ചെറിയ ചായ ഷോപ്പുകളിൽ പോലും മൺകപ്പിലാണ് ഈ ചായ സെർവ് ചെയ്യുന്നത്. ഏലക്കയും ചുക്കും ഒക്കെ ഇട്ട നല്ല സുന്ദരം ചായയാണ്, നല്ല ചൂട് ചായ. രാവിലത്തെ മഞ്ഞും തണുപ്പും ഒക്കെ ഒന്ന് മാറി ഒരു 10-12 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ മധുരമുള്ള പലഹാരങ്ങളുടെ ഒരു മേളമാണ് ഇവിടെ. നമുക്ക് ഇത് ജിലേബിയാണെന്ന് നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് തോന്നും, പക്ഷേ ഈ ജിലേബി അല്ല, ഇമിട്ടി എന്നാണ് ഇതിന്റെ പേര്. इसका नाम क्या है भैया? गुजिया। जिया है, ये भी मीठा है जी। ये क्या? ये कचौड़ी है। कचौड़ी है जी, दाल की। वो पूरा वो सब क्या है? ये रबड़ी है। ये लबड़ी, ये भी मीठा है। वो ये मलाई कोफ्ता, वो दही। दही, अच्छा अच्छा। ये गजरे हलवा। हलवा, ये भी मीठा है। ഓ, അതാണ് ഈ മധുര പലഹാരങ്ങളുടെ ഒരു കേന്ദ്രമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഈ ജിലേബി എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കരുത്, ഇമിട്ടി എന്നാണ്. ഞാനും എൻ്റെ ഒരു ഉത്തരേന്ത്യക്കാരിയായ സുഹൃത്തിൽ നിന്നാണ് ഇത് മനസ്സിലാക്കിയത്. ഇമിട്ടി എന്നാണ് ഇതിന്റെ പേര് എന്നുള്ളത്. എന്തായാലും സംഗതി ഗംഭീരമാണ്, മധുരമുള്ളതാണ്, അടിപൊളിയാണ്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. പക്ഷേ നമ്മളിവിടെ ജിലേബിയാണ്, നമ്മുടെ ബേക്കറികളിലൊക്കെ ജിലേബിയാണ്, പക്ഷെ ജിലേബി അല്ല, ഇവിടെ ഇമിട്ടി. ശരിക്കുള്ള ജിലേബി എന്ന് പറയുന്നത് ആയിരിക്കുന്ന ആ സാധനമാണ്. അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ടു മടങ്ങാനുള്ള ഒരു സ്ഥലം കൂടിയായി അയോധ്യ മാറുന്നുണ്ട്. പ്രധാനമായും ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് രുചിപ്പെരുമകളുണ്ട്, പക്ഷേ നല്ല തണുപ്പുമുണ്ട്. അതാണൊരു പ്രശ്നം. വന്ന ദിവസം മുതൽ 12-ാം തീയതി നമ്മളിവിടെ വന്ന ദിവസം മുതൽ കനത്ത തണുപ്പാണ്. രാവിലെ നമുക്ക് ഈ ഷോയ്ക്ക് ഇറങ്ങുന്നതൊക്കെ വലിയ പാടുപെട്ടാണ്. കൈയൊക്കെ വിറച്ച് ഇങ്ങനെ മരവിച്ച് ആണ് റൂമിലേക്ക് പിന്നെ തിരിച്ചു കയറുക. ഏതായാലും നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി കൂടി നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് ഈ ജോലി പൂർത്തിയാക്കാൻ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല ഇതുവരെ. ഏതായാലും മറ്റ് കാഴ്ചകൾ, മറ്റ് വിശേഷങ്ങളിലേക്ക് പോകണം. അയോധ്യയിൽ കുരങ്ങന്മാർ എല്ലായിടത്തും ഉള്ള ഒരു സ്ഥലമാണ് അയോധ്യ. വാനരന്മാർ എല്ലാ സ്ഥലങ്ങളിലും, വാനരന്മാരെ ദൈവമായി കാണുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഈ വരുന്ന തീർത്ഥാടകരൊക്കെ അതിന് ഭക്ഷണം നൽകുകയും അതിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യും. ഈ നഗരത്തിൻ്റെ മുക്കും മൂലയിലും അവർ കീഴടക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല മര്യാദ രാമന്മാരുമാണ്, ഒരു ശല്യവും ഉണ്ടാക്കില്ല. അവർ ഈ തീർത്ഥാടകർക്ക്, ഇവിടുത്തെ പോലീസുകാർക്ക്, ഇവിടെ വന്നു പോകുന്നവർക്കൊക്കെ ഏറെ പ്രിയപ്പെട്ടവരുമാണ്. വാനരന്മാരുടെ കാഴ്ചയിലേക്ക് ഒന്ന് പോകാം. അയോധ്യയിലെങ്ങുമുള്ള സാധാരണ കാഴ്ചയാണിത്. കുരങ്ങന്മാരെ കാണാത്ത ഒരിടവുമില്ല. ഭക്തർക്ക് എല്ലാം പ്രിയപ്പെട്ടവരാണിവർ. ഒരു ശല്യവുമില്ല. ഇഷ്ടം പോലെ ആഹാരം കിട്ടും. രാമക്ഷേത്രത്തിലെ പ്രസാദമായ മധുരമാണ് പ്രിയം. കുരങ്ങന്മാർക്ക് സ്ഥിരമായി ആഹാരം നൽകുന്ന റിട്ടയർഡ് കേണൽ സന്ദീപ് ശർമ്മയെ പോലെ നിരവധി പേരെയും കണ്ടു. Basically an animal lover, a vegan, and I feel bad when people go for aarti and come back and see these monkeys eating muck. So when I go for morning run, I do try whatever little bit I can feed them, I try to feed. And not only monkeys are eating the muck, they are also, I also find often that people immediately after an aarti of Hanumanji, they start beating these monkeys.
For no, these innocent monkeys have no fault. See, I can offer them by hand. They don't. And all these people had been saying that they will bite. See, nobody bites. I had been giving it regularly. Not a single monkey had bitten till now. They are innocent. We give them violence. We get back the violence. They are actual Hanuman. They are actually Hanuman, if you see. Is it? ഹനുമാൻ ക്ഷേത്രം തൊട്ടടുത്താണ്. രാമഭക്തർക്ക് എങ്ങനെ ഇവരെ തഴയാൻ പറ്റും? ആ ആനുകൂല്യം പരമാവധി മുതലെടുത്താണ് വാനരന്മാരുടെ അടിപൊളി ജീവിതം. हाँ जी, ये तो हमने पवन पुत्र हनुमान समझकर इनको देते हैं। ये क्योंकि बजरंगबली उनके ही साथ हैं, उनके ही हैं, रामचंद्र भगवान का सेवक हैं, रामचंद्र भगवान के साथ चलते रहे हैं। लंका को चलिए उन्होंने हनुमान ने ही उनको चलिए उद्धार किया है, उनके चलिए सीता को वापस लेने का उन्होंने खबर दिया है, संपूर्ण उनका ही है। रामचंद्र भगवान का जन्मभूमि यहाँ पर हमने दर्शन किए बाल रूप में। अभी तो उन्होंने अब प्राण प्रतिष्ठा करने के बाद मूर्तियों का दर्शन करवाएंगे। अभी तो इस वक्त हमने खाली बाल रूप का दर्शन करके जा रहे हैं। പ്രശാന്ത് മംഗലശ്ശേരി ദൃശ്യങ്ങൾക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ. അയോധ്യയില് 54 രാജ്യങ്ങളിൽ നിന്നായി 100-ലധികം ആളുകൾ, പ്രതിനിധികൾ പങ്കെടുക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. US, ബ്രിട്ടൻ, ഓസ്ട്രേലിയ, മൗറീഷ്യസ്, ആഫ്രിക്ക തുടങ്ങിയ സർക്കാർ പ്രതിനിധികൾക്ക് രാമക്ഷേത്ര ട്രസ്റ്റ് ക്ഷണം അയച്ചിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 506 അതിഥികളും ചടങ്ങിന് എത്തുന്നുണ്ട്. ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള കിം ചിൽ സു ആണ് വിദേശത്തു നിന്നുള്ള അതിഥികളിൽ ഏറ്റവും പ്രമുഖൻ എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നു. ദക്ഷിണ കൊറിയയിലെ ക്വീൻ ഹിയോ രാജവംശത്തിൽപ്പെട്ട ആളാണ് ഈ കിം ചിൽ സു എന്നുള്ളതാണ്. അതിഥികളുടെ ക്രമീകരണങ്ങൾ നോക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട വൻ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, റിലയൻസ് ഇൻഡസ്ട്രീസ് മേധാവി മുകേഷ് അംബാനിയും കുടുംബവും, ബോളിവുഡ് താരം അമിതാഭ് ബച്ചൻ എന്നിവർ സംസ്ഥാന അതിഥികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അജയ് ദേവ്ഗൺ, അക്ഷയ് കുമാർ, അല്ലു അർജുൻ, മോഹൻലാൽ, അനുപം ഖേർ, ചിരഞ്ജീവി എന്നിവയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള പ്രമുഖരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഗാനരചയിതാവും കവിയുമായ മനോജ് മുൻതാഷിറും ഭാര്യയും രചയിതാവുമായ പ്രസൂൺ ജോഷി, സംവിധായകനായ സഞ്ജയ് ലീല ബൻസാലി, ചന്ദ്രപ്രകാശ് ദ്വിവേദി എന്നിവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാർ മംഗലം ബിർള, ഭാര്യ നീർജ, പിരാമൽ ഗ്രൂപ്പ് ചെയർപേഴ്സൺ അജയ് പിരാമൽ, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഗ്രൂപ്പിന്റെ DCM അജയ് ശ്രീറാം, അങ്ങനെ നിരവധി ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് ക്ഷണമുണ്ട്. പക്ഷേ ഇവരിൽ ആരൊക്കെ ഇന്ന് എത്തുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരാനുണ്ട് എന്നുള്ളതാണ്. ലോക്സഭാ മുൻ സ്പീക്കർ മീരാകുമാർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ മൊണ്ടേക് സിംഗ് അലുവാലിയ, അമിതാഭ് കാന്ത് അടക്കമുള്ള അറ്റോർണി ജനറൽമാരായ KK വേണുഗോപാൽ, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് മുൻ ക്യാപ്റ്റൻ മിതാലി രാജ്, സച്ചിൻ തെണ്ടുൽക്കർ എന്നിവർക്കും ഇങ്ങോട്ടേക്ക് ക്ഷണമുണ്ട്. ഇവിടെ ചാർട്ടേഡ് വിമാനങ്ങളിലാണ് പല പ്രമുഖ വ്യക്തികളും എത്തുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 50-ലധികം അപേക്ഷകൾ ഈ വിമാനങ്ങൾ ഇറങ്ങാനായി അയോധ്യ വിമാനത്താവളത്തിൽ ലഭിച്ചതായുള്ള വിവരങ്ങൾ വിമാനത്താവള അധികൃതർ പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ അയോധ്യ പൂർണ്ണ സജ്ജമാണ്. നമുക്ക് അയോധ്യ പൂർണ്ണ സജ്ജമാകുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിശേഷങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. അത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ഭൂകമ്പത്തെ പോലും അതിജീവിക്കുന്ന വിധത്തിലുള്ള ക്ഷേത്ര നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 2500 വർഷമെങ്കിലും ആയുസ് ഉണ്ടാകുമെന്നാണ് ഇത് നിർമ്മിച്ച ആളുകളുടെ ഒരു പ്രവചനം. അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകാം. 70 ഏക്കറിൽ 2.5 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം. 380 അടി നീളത്തിലും 250 അടി വീതിയിലും 161 അടി ഉയരത്തിലുമാണ് നിർമ്മാണം. ഇന്ത്യൻ നാഗരിക ശൈലിയിലാണ് നിർമ്മാണം. 3 നിലകൾ, 392 തൂണുകൾ, 44 വാതിലുകൾ, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, സ്വന്തമായി പവർ സ്റ്റേഷൻ, ഫയർ സർവീസ്, 200 മിന്നൽ രക്ഷാചാലകങ്ങൾ, മ്യൂസിയം, തീർത്ഥാടകർക്കായി ആശുപത്രി, അങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങളുണ്ട്. വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നേപ്പാളിൽ നിന്നും 60 മില്യൺ വർഷം പഴക്കമുള്ള ശിലകൾ കൊണ്ട്. ക്ഷേത്രമണിക്ക് 2100 കിലോഗ്രാമാണ് ഭാരം. ശബ്ദം 15 കിലോമീറ്റർ അകലെ വരെ കേൾക്കാം. കൂടാതെ 2000 അടി താഴെയായി ക്ഷേത്ര ചരിത്രം എഴുതിയ ചെമ്പ് തകിടും കുഴിച്ചിട്ടുണ്ട്. എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ചരിത്രം മനസ്സിലാക്കും വിധം. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. അതാണ് അയോധ്യയിലെ വിശേഷങ്ങൾ. പ്രാൺപ്രതിഷ്ഠ നാളെയാണ്. എല്ലാ ക്രമീകരണങ്ങളും അന്തിമഘട്ടത്തിലാണ്. വലിയ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളിൽ VIP അതിഥികൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. നമുക്ക് അയോധ്യയിൽ തന്നെ തുടരാം. വിശദാംശങ്ങൾ എല്ലാ ബുള്ളറ്റിനും പ്രേക്ഷകർക്കായി പങ്കുവെക്കും. തൽക്കാലം ബാക്ക് ടു സ്റ്റുഡിയോ.
യെസ്, രഞ്ജിത്ത് രാമേന്ദ്രനാണ് അയോധ്യയിൽ നിന്ന് വിശദവിവരങ്ങൾ പ്രേക്ഷകർക്കായി എത്തിച്ചത്. നമുക്ക് മറ്റു വാർത്തകൾ പരിശോധിക്കാം. ഏകീകൃത കുർബാനയെ അർപ്പിക്കാനുള്ള മാർപ്പാപ്പയുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച സിനഡ് സർക്കുലർ ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ വായിക്കും. സിനഡ് ബിഷപ്പുമാർ സംയുക്തമായി ഒപ്പിട്ട് നൽകിയ സർക്കുലർ കുർബാനയ്ക്കിടെ വായിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ സർക്കുലർ വായിക്കില്ല എന്നാണ് അതിരൂപത സംരക്ഷണ സമിതി വ്യക്തമാക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ബിഷപ്പുമാരടക്കം ഒപ്പിട്ട് നൽകിയ സർക്കുലറാണ്, വായിക്കണമെന്ന് പറയുന്നു, പക്ഷേ വായിക്കില്ല എന്ന് സംരക്ഷണ സമിതി പറയുന്നു. എന്താണ് സംഭവിക്കുക? സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ കുർബാന ഏകീകരണ തർക്കം രൂക്ഷമാണ് എന്ന് പറയുന്നു. കഴിഞ്ഞ സിനഡിൽ ഇത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്തും, ഇതിനുവേണ്ടി മാത്രമായ ചില കാര്യങ്ങൾ കൈക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഇതിനൊരു പൊതുധാരണയുണ്ടാകുമെന്ന രീതിയിൽ തന്നെയായിരുന്നു പരക്കെയും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അത്തരം ധാരണകൾ ഒന്നും ശരിയായ രീതിയിലല്ല എന്ന് തന്നെ തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുതിയ നീക്കങ്ങൾ. കാരണം സിനഡ് നിർദ്ദേശിക്കപ്പെട്ട കുർബാന ഏകീകരണം അത് നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് കൂടിയായ മാർ റാഫേൽ തട്ടിൽ, അതോടൊപ്പം സിറോ മലബാർ സഭയിലെ മുഴുവൻ ബിഷപ്പുമാരും ഒപ്പിട്ട നൽകിയ കത്ത് ഇത് ഏതാണ്ട് നിരാകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്ന് പള്ളികളിൽ നടക്കുന്നത്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം പള്ളികളിലും വിമത വിഭാഗത്തിനാണ് മേൽക്കൈയുള്ളത്. വൈദികരും വിശ്വാസികളും അടങ്ങുന്ന ഈ കുർബാന ഏകീകരണത്തെ അംഗീകരിക്കാത്ത പലരുമാണ് ഉള്ളത്. അത് പ്രകാരം ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ഏതാണ്ട് 340ഓളം ഇടവകൾ അടക്കമുണ്ട്. ഇവിടങ്ങളിൽ 15 ഇടങ്ങളിൽ മാത്രമാണ് സാധാരണ രീതിയിൽ ഈ സഭയുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു അനുവർത്തിക്കുന്ന രീതിയിലുള്ള കുർബാനകളടക്കം നടന്നു പോകുന്നത്. അപ്പോൾ അത്തരം ആ ഇടവുകൾ മാത്രമേ ഇത് ഉണ്ടാകൂ എന്ന വിമത വിഭാഗം അതിരൂപത സംരക്ഷണ സമിതി എന്ന പേരിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എറണാകുളം മഞ്ഞപ്ര മാർസ്ലീവ ഫെറോന പള്ളിയിൽ ഫാദർ ജോസഫ് വടക്കേടത്ത് ഇന്ന് രാവിലെയുള്ള കുർബാനയിൽ അതികുർബാനയിൽ സർക്കുലർ വായിച്ചിട്ടുണ്ട്. അവിടെ സഭാ നേതൃത്വത്തെ ഇതുപോലെ അംഗീകരിക്കുന്ന സർക്കുലർ വായിക്കണമെന്ന് അനിശ്ചിതയുള്ള വളരെ കുറച്ച് ദേവാലയങ്ങൾ മാത്രമാണ് ഈ രീതിയിലേക്ക് സർക്കുലർ വായിക്കുകയും ഏകീകൃത കുർബാന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നിട്ടുള്ളതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് രാവിലെ തുടങ്ങിയ കുർബാന അത് ഇനിയും കുർബാനകളുണ്ട്, പള്ളികളിൽ ദേവാലയങ്ങളിൽ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് വളരെ കുറച്ച് പള്ളികൾ മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള സർക്കുലർ വായിച്ചിട്ടുള്ളത് എന്നതാണ്. ഈ സർക്കുലർ വായിക്കാത്ത പള്ളികൾ അല്ലെങ്കിൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത അവിടെ വൈദികർക്കെതിരെ അടക്കം കർശനമായ നടപടികൾ കൈക്കൊള്ളണമെന്നാണ് സഭയുടെ നേതൃത്വം തന്നെയും അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത് മാർപ്പാപ്പയുടേതടക്കം സിനഡിൻ്റെതടക്കമുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് ഈ ദിവസത്തിന് ശേഷം ഇതിൻ്റെ നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതടക്കം ഒരു വിഭാഗം വിശ്വാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് കുർബാന ഏകീകരണം സംബന്ധിയായ വിഷയങ്ങൾ വരും ദിവസങ്ങളിൽ സിറോ മലബാർ സഭയിൽ കൂടുതൽ കലുഷിതമാകാൻ തന്നെയാണ് സാധ്യതയുള്ളത്. നിലവിൽ നടപടികളടക്കമുള്ള കാര്യങ്ങൾക്ക് വലിയ സാധ്യതയാണ് ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ സിറോ മലബാർ സഭയിലുള്ളത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും സർക്കുലർ വായിക്കില്ല എന്നാണ് സഭാ സംരക്ഷണ സമിതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ വായിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ കർശനമായ നടപടികളിലേക്കടക്കം സഭാ നേതൃത്വം കടക്കുന്നത് ഒരുപക്ഷെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ കഴിയും. എറണാകുളം മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥി സംഘടനത്തിൽ തുടർ അറസ്റ്റുകൾ വൈകുന്നു. SFI യൂണിറ്റ് സെക്രട്ടറിയെ ആക്രമിച്ച കേസിൽ മാത്രമാണ് അറസ്റ്റ് ഉണ്ടായത്. SFI പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ 17 പ്രതികളുണ്ടെങ്കിലും ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത്. തങ്ങളെ SFI പ്രവർത്തകർ മർദ്ദിച്ചുവെന്ന് KSU പ്രവർത്തകരുടെയും ഫ്രറ്റേണിറ്റി പ്രവർത്തകരുടെയും പരാതിയിൽ ഇതുവരെ നടപടികൾ ഉണ്ടായിട്ടില്ല. പോലീസ് അക്രമികളായ SFI പ്രവർത്തകരെ സംരക്ഷിക്കുകയാണെന്ന് KSUവും ഫ്രറ്റേണിറ്റിയും ആരോപിച്ചു. അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ട കോളേജ് തുറക്കുന്നതിനായി നാളെ അധ്യാപക രക്ഷകർത്താ സംഘടനാ യോഗം ചേരും. പാലക്കാട് ലക്കിടി കിള്ളിക്കുറിശി മംഗലത്തുള്ള കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിന്റെ പ്രവർത്തനം നിലച്ചിട്ടും സർക്കാർ നടപടിയുണ്ടാകുന്നില്ല എന്ന ആക്ഷേപം. 1 വർഷത്തിലധികമായി ശമ്പളം ലഭിക്കാത്തതിനാൽ കലാവിഭാഗം അധ്യാപകർ കൂട്ടവധിയെടുത്തിരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പിന്റെ നിഷ്ക്രിയത്വമാണ് കുഞ്ചൻ സ്മാരകത്തിന്റെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായത്. കുഞ്ചൻ നമ്പ്യാരുടെ 4 നൂറ്റാണ്ടോളം പഴക്കമുള്ള ജന്മഗൃഹമാണിത്.
സ്മാരകത്തിന് കീഴിൽ തുള്ളൽ, മോഹിനിയാട്ടം, മൃദംഗം, ശാസ്ത്രീയ സംഗീതം തുടങ്ങിയവ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പഠനകളരി ഒഴിഞ്ഞുകിടക്കുകയാണ്. 195 കുട്ടികൾ വിവിധ വിഷയങ്ങളിൽ ഇവിടെ കലാപഠനം നടത്തുന്നുണ്ട്. 9 അധ്യാപകരുണ്ട്. 2 സ്ഥിരനിയമനമുള്ള അധ്യാപകർക്ക് 11 മാസമായിട്ടും 7 താൽക്കാലിക അധ്യാപകർക്ക് 16 മാസമായിട്ടും ശമ്പളമില്ല. ഇതോടെ അധ്യാപകർ കൂട്ട അവധിയിൽ പ്രവേശിച്ചു. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ സ്മാരകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ 3 വത്സര കോഴ്സാണ്. അതായത് ത്രിവത്സര കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു വർഷം 65 കുട്ടികൾ, ആകെ 195 കുട്ടികളാണ് പഠിക്കുന്നത്. അത് ഓട്ടംതുള്ളൽ, മൃദംഗം, കർണാടക സംഗീതം, മോഹിനിയാട്ടം, ഇങ്ങനെ 4 വിഭാഗങ്ങളിലായിട്ടാണ് പഠനം നടക്കുന്നത്. ആ കുട്ടികളുടെ ഒന്നും പഠനം ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധ്യാപകർക്ക് 16 മാസത്തെയും അധ്യാപക ഇതര ജീവനക്കാർക്ക് 11 മാസത്തെയും ശമ്പള കുടിശ്ശികയാണ് നിലവിലുള്ളത്. ഈ കുടിശ്ശിക ലഭ്യമല്ലാത്തതുകൊണ്ട് കൂട്ട അവധിയെടുത്ത് പോയിരിക്കുകയാണ് എല്ലാവരും. ഇപ്പോൾ സാങ്കേതികമായിട്ട് ഇവിടെ വരുന്ന പഠനയാത്രയുമായി ബന്ധപ്പെട്ടോ മറ്റോ വരുന്ന ആളുകൾക്ക് സ്മാരകമൊന്ന് ദർശിക്കാനുള്ളൊരു സൗകര്യം സ്മാരകത്തിലെ ജീവനക്കാർ ഒരുക്കി എന്നതൊഴിച്ചാൽ ബാക്കി ഒരു ഫംഗ്ഷനിങ്ങും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളത് വേദനാജനകമാണ്. തുള്ളൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം നിലച്ചിരിക്കുകയാണ്. സാംസ്കാരിക വകുപ്പ് സ്പെഷ്യൽ ഗ്രാന്റ് അനുവദിക്കാത്തതിനാൽ കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകത്തിൻ്റെ പ്രവർത്തനം ആകെ താളം തെറ്റിയിരിക്കുകയാണ്. പ്രതിവർഷം 5 ലക്ഷം രൂപ മാത്രമാണ് സ്മാരകത്തിന് സർക്കാർ ഗ്രാൻഡായി ലഭിക്കുന്നത്. സ്മാരകത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ പോലും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്ന് ആരോപണമുണ്ട്. തുള്ളൽ കലാകാരൻ്റെ ഓർമ്മകളിലാണ് ഇപ്പോഴും ഈ നാട്. അദ്ദേഹം ഉയർത്തിയ സാമൂഹ്യ വിമർശനമാണ് ഇന്നും സമൂഹത്തിൽ അലയടിക്കുന്നത്. പക്ഷേ ഈ സ്മാരകം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവം തുടരുകയാണ്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. 60 പിന്നിട്ട എല്ലാവർക്കും പോഷകാഹാര കിറ്റ് സൗജന്യമായി നൽകി മാതൃക തീർക്കുകയാണ് മലപ്പുറം നഗരസഭ. നഗരസഭാ പ്രദേശത്തെ 60 വയസ്സ് പൂർത്തിയായ ആളുകൾക്ക് APL, BPL വ്യത്യാസമില്ലാതെ ഹോർലിക്സ്, ബൂസ്റ്റ്, ഓട്സ്, കോൺഫ്ലെക്സ്, റാഗിപ്പൊടി, അവിൽ തുടങ്ങിയ 6 ഇനങ്ങളുള്ള കിറ്റാണ് നഗരസഭ നൽകുന്നത്. നഗരസഭാ പ്രദേശത്ത് 6043 പേരാണ് ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ളത്. കാണാം വയോജന സംരക്ഷണ പ്രവർത്തന മേഖലയിലെ മലപ്പുറം മാതൃക. സംസ്ഥാനത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു പദ്ധതി മലപ്പുറം നഗരസഭ യാഥാർത്ഥ്യമാക്കുകയാണ്. നഗരസഭയിലെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും പോഷകാഹാര കിറ്റ് സൗജന്യമായി നൽകുകയാണ്. APL, BPL വ്യത്യാസമില്ലാതെ. ചെയർമാൻ മുജീബ് കാടേരി നമ്മോടൊപ്പം ചേരുന്നു. വളരെ വേറിട്ടൊരു പദ്ധതി, 3ാം തവണ അത് ആവർത്തിക്കുകയാണല്ലോ. എന്താണ് ഇങ്ങനൊരു പദ്ധതി നടപ്പാക്കാനുള്ള കാരണം? ഈ 60 വയസ്സ് കഴിഞ്ഞ നഗരസഭാ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും, അത് APL, BPL വ്യത്യാസമില്ലാതെ, സാധാരണ പദ്ധതികൾ എപ്പോഴും നമ്മുടെ BPL സൊസൈറ്റിയിൽപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ പിന്നോക്കമായിട്ടുള്ള റിസർവേഷനുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ. ഇതിന് ഇടത്തരമുള്ള ആളുകൾക്ക് ഒരു ആനുകൂല്യം, ഒരു പദ്ധതി ലഭ്യമല്ല. ഈ കൗൺസിൽ വന്ന് ഉടനെ ഇതിനാലോചിച്ചത് ഇതിന് എല്ലാവർക്കും പരിഗണിച്ച് നൽകാൻ കഴിയുന്ന പദ്ധതി ഏതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാർഗ്ഗരേഖയിൽ ഇതിന് പ്രൊവിഷൻ ഇല്ല എന്നറിയുന്നത്. മാർഗ്ഗരേഖയിൽ പ്രൊവിഷൻ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ അംഗീകരിക്കുന്ന ഇന്നൊവേറ്റീവ് അപ്രൂവൽ കമ്മിറ്റി ഉണ്ട്. നൂതന പദ്ധതികൾ അംഗീകരിക്കുന്ന കമ്മിറ്റി മുമ്പാകെ സമർപ്പിച്ച് അവരുടെ മുമ്പിൽ നമ്മൾ ഈ പദ്ധതിയുടെ യുക്തി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ പദ്ധതി അനുവദിച്ച് ലഭിക്കും എന്നുള്ളൊരു വിവരം ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടർ അധ്യക്ഷനായ സമിതിയുടെ മുമ്പാകെ ഈ കാര്യം അവതരിപ്പിച്ചു. അവർ വളരെ അനുഭാവപൂർവ്വം ഈ പദ്ധതിയെ അംഗീകരിക്കുകയും മറ്റുള്ളിടത്ത് കൂടി നടപ്പിലാക്കാൻ കഴിയുന്ന രീതിയിലാണെന്നുള്ള പ്രശംസയോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ആ പദ്ധതി നടപ്പിലാക്കിയത്. 6 ഇനങ്ങളാണ്: ഹോർലിക്സ്, ബൂസ്റ്റ്, കോൺഫ്ലെക്സ്, ഓട്സ്, റാഗിപ്പൊടി, അവിൽ, അങ്ങനെ 6 ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഇത്തരത്തിൽ 6043 പേരാണ് ഈ വർഷം അർഹരായിട്ടുള്ള വയോജനങ്ങൾ നഗരസഭയിൽ അപേക്ഷ നൽകിയത്. അപേക്ഷ നൽകിയ മുഴുവൻ ആളുകളെയും ഒരാളെ പോലും ഒഴിവാക്കാതെ ഈ പദ്ധതി ഇവർക്ക് കൊടുക്കുകയാണ്. ഇതിന് വലിയൊരു ചെലവ് വരുന്നില്ല. എങ്ങനെയാണ് ഫണ്ട് കണക്കാക്കുക? ഇത് നഗരസഭയുടെ പ്ലാൻ ഫണ്ടും ഓൺ ഫണ്ടും, നഗരസഭയുടെ സ്വന്തം വിഹിതം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പ്ലാൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾക്ക് മറ്റ് സോഴ്സുകൾ കണ്ടെത്തി നഗരസഭയിൽ ലഭ്യമായ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ കൊടുക്കുക എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഈ പദ്ധതി വിഭാവനം ചെയ്ത് ഇപ്പം നടപ്പിലാക്കിയത്. എത്ര ചെലവ് വന്നിട്ടുണ്ട്? ഉദ്ദേശം ഒരു കിറ്റിന് 1000-ലേറെ രൂപ വരുന്നുണ്ട്. കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിലാണ് കിറ്റ് തയ്യാറാക്കിയത്. 6043 പേർക്ക് ഉദ്ദേശം 60 ലക്ഷത്തോളം വരുന്ന രൂപ. അതിൽ തന്നെ കൺസ്യൂമർ ഫെഡ് നൽകാവുന്ന രീതിയിൽ കോമ്പറ്റീറ്റീവ് ടെൻഡർ ക്ഷണിച്ചാണ് അവർക്ക് കൊടുത്തത്. ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കിടയിൽ ടെൻഡർ ക്ഷണിച്ചു.
സപ്ലൈകോ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നത്. ഏറ്റവും കുറവ് തുക കോട്ട് ചെയ്ത കൺസ്യൂമർ ഫെഡാണ്. 60 ലക്ഷത്തോളം വരുന്ന പ്രോജക്റ്റിൽ അവർ ടെൻഡർ കോട്ട് ചെയ്തതിനു ശേഷം 50 ലക്ഷത്തിൽ ചില്ലറ രൂപയാണ് അന്തിമമായി നഗരസഭയ്ക്ക് ഈ വിഹിതമായി ഈ പദ്ധതിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരും. സംസ്ഥാനത്ത് മറ്റേതെങ്കിലും നഗരസഭ ഇങ്ങനെ ചെയ്തതായിട്ട് വല്ല അറിവുണ്ടോ? ഇല്ല, നഗരസഭകൾ ഇതിന്റെ ഡീറ്റെയിൽ ചോദിച്ച് എല്ലാവരും പല നഗരസഭകളും കോൺടാക്ട് ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെ പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രൊവിഷൻ ഇല്ലാത്തതിനാലാണ് ഇത് നടപ്പിലാക്കാൻ കഴിയാതെ പോയത്. മറ്റ് നഗരസഭകളും ഇപ്പോൾ ഇതിന്റെ ഈ മാർഗരേഖയിൽ പെടാത്തതിനാൽ ഇന്നോവേറ്റീവ് അപ്രൂവലിന് കൊടുത്തിട്ടുണ്ട്. ഈ വർഷം ചില നഗരസഭകൾ കൂടി നടപ്പിലാക്കുമെന്ന് കേൾക്കുന്നുണ്ട്. സംസ്ഥാനത്ത് നിലവിൽ ഇതുവരെ ഇത്തരത്തിലുള്ള പ്രീമിയം ഭക്ഷ്യ കിറ്റ് കൊടുത്തത് നമ്മുടെ മലപ്പുറം നഗരസഭ മാത്രമാണ്. നമുക്ക് ഇനി ഇതിന്റെ ഗുണഭോക്താക്കളുടെ കൂടി പോവാം. എങ്ങനെയുണ്ട് ഈ ഒരു കിറ്റ് കിട്ടിയപ്പോൾ എന്ത് തോന്നി? സന്തോഷമായോ? മുൻപ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ? കഴിഞ്ഞ തവണയൊക്കെ കിട്ടിയിട്ടുണ്ടോ? മുമ്പ് കിട്ടിയിട്ടുണ്ട്. എന്താണ് എന്താ പറയാനുള്ളത്? ഒന്നും പറയാനില്ല. സന്തോഷമായോ? സന്തോഷമായി. ഇതിന് മുമ്പ് ഈ ഹോർലിക്സും ബൂസ്റ്റൊക്കെ മക്കളൊക്കെ വാങ്ങി തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദ്യമായിട്ട് കഴിക്കണതിന്റെ സന്തോഷം ഉണ്ടാവും അല്ലേ? നമുക്ക് മുതിർന്ന അംഗങ്ങൾ കൂടി ഉണ്ട് ഇവിടെ. ചെയർമാൻ ഈ കിറ്റ് തന്നതുകൊണ്ട് വളരെ ഒരു ഉപകാരമായി. കുട്ടികൾ പേരക്കുട്ടികളൊക്കെ കിട്ടിയതിനെ പറ്റി ഭയങ്കര സന്തോഷമായി അല്ലേ? ഇനി മുമ്പ് ഹോർലിക്സും ബൂസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് കഴിക്കാറുണ്ട്. അപ്പൊ ഇത് കുട്ടികൾ കൊണ്ടുപോകുമോ? ഇല്ല, കുറച്ച് കൊടുക്കണം. സന്തോഷമായി. കിറ്റും കിട്ടിയപ്പോ അല്ലേ? കിട്ടിയപ്പോ ഹോർലിക്സും ബൂസ്റ്റൊക്കെ കഴിക്കാലോ അല്ലേ? കുറച്ച് കൊടുക്കേണ്ടി വരും അല്ലേ? കുറച്ച് കുട്ടികൾക്ക് കൊടുക്കും. എല്ലാരും കൂടി ആയിട്ടാണ് കഴിച്ചു. സന്തോഷം. കിറ്റ് കിട്ടിയതിൽ വളരെ സന്തോഷം. നമുക്കൊരു പരിഗണന കിട്ടിയ പോലെ ഉണ്ടല്ലേ? തീർച്ചയായും എല്ലാവർക്കും വളരെ സന്തോഷമാണ് പങ്കുവയ്ക്കാനുള്ളത്. മറ്റ് നഗരസഭകൾക്കും മാതൃകയാക്കാവുന്ന ഒരു പദ്ധതി തന്നെയാണ് മലപ്പുറം നഗരസഭ ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. എന്നാണെങ്കിലും സമാനമായ രീതിയിലുള്ള പുതിയ പദ്ധതികൾ നഗരസഭയുടെ പ്ലാനിലുണ്ട് എന്നുകൂടിയാണ് നഗരസഭ ചെയർമാൻ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അഖിലോട്ട് പറയൊപ്പം CB അനുമോദ്, ന്യൂസ് 18. മഴക്കാലത്തും മഞ്ഞുകാലത്തും എല്ലാം വിമാനയാത്ര വൈകാനും റദ്ദാക്കാനുമെല്ലാം സാധ്യതയേറെയാണ്. പലപ്പോഴും വിമാനം വൈകുന്നതും മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കുന്നതുമെല്ലാം വലിയ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും വരെ കാരണമാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ വിമാനയാത്രക്കാർക്ക് ചില അവകാശങ്ങളുണ്ട്. സുരക്ഷിതമായി കാത്തിരിക്കാനും ഭക്ഷണത്തിനുമുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്യേണ്ടത് വിമാന കമ്പനിയാണ്. അങ്ങനെ യാത്രക്കാർ അറിയേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അതിലേക്കാണ് പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് നിരവധി ഫ്ലൈറ്റുകളാണ് രാജ്യത്ത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റദ്ദാക്കേണ്ടി വന്നത്. കനത്ത മൂടൽമഞ്ഞ് വിമാനയാത്ര ദുഷ്കരമാക്കുകയും ചെയ്തു. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഞായറാഴ്ച മാത്രം ഏകദേശം 500ഓളം വിമാനങ്ങളാണ് യാത്ര വൈകി ആരംഭിച്ചത്. അതിൽ തന്നെ 10ഓളം ഫ്ലൈറ്റുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ബംഗളൂരുവിലെ കെമ്പഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും സ്ഥിതി ഇതുതന്നെയായിരുന്നു. ഇതെല്ലാം വിമാനയാത്രക്കാരെ കൂടുതൽ അസ്വസ്ഥരാക്കി. പലരും എയർലൈൻ ജീവനക്കാർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഫ്ലൈറ്റ് യാത്രയിൽ കാലതാമസം നേരിടുകയോ ഫ്ലൈറ്റ് റദ്ദാക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ലഭ്യമാക്കേണ്ട പല അവകാശങ്ങളെ പറ്റിയുള്ള ചർച്ചകളും ഇതിനോടനുബന്ധിച്ച് വ്യാപകമാവുകയാണ്. ഇത്തരം സംഭവങ്ങളിൽ പ്രത്യേകം നിയമമനുസരിച്ചാണ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അഥവാ DGCA പ്രവർത്തിക്കുന്നത്. വിമാനയാത്ര വൈകുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കണമെന്നാണ് നിയമം പറയുന്നത്. ഫ്ലൈറ്റിന്റെ ബ്ലോക്ക് ടൈം അനുസരിച്ചാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ഇതിന്റെ പ്രധാന മാനദണ്ഡം ഇവയാണ്: 2.5 മണിക്കൂർ വരെ ബ്ലോക്ക് ടൈമുള്ള ഒരു ഫ്ലൈറ്റ് 2 മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന സാഹചര്യം, 2.5 മുതൽ 5 മണിക്കൂർ വരെ ബ്ലോക്ക് ടൈമുള്ള ഒരു ഫ്ലൈറ്റ് 3 മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന സാഹചര്യം, ഫ്ലൈറ്റ് 4 മണിക്കൂറിൽ കൂടുതൽ വൈകുന്ന സാഹചര്യം. ഇനി വിമാനം 6 മണിക്കൂറോ അതിൽ കൂടുതലോ സമയം വൈകിയാൽ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് പുതുക്കിയ സമയം യാത്രക്കാരനെ വിമാന കമ്പനികൾ അറിയിച്ചിരിക്കണമെന്നാണ് നിയമം. ഈ സാഹചര്യത്തിൽ മറ്റൊരു ഫ്ലൈറ്റിലേക്ക് യാത്ര മാറ്റണമെന്നോ അല്ലെങ്കിൽ ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യണമെന്നോ യാത്രക്കാർക്ക് ആവശ്യപ്പെടാവുന്നതാണ്. ഫ്ലൈറ്റ് 24 മണിക്കൂറിൽ കൂടുതൽ സമയം വൈകിയാൽ യാത്രക്കാർക്ക് താമസ സൗകര്യം ഏർപ്പാടാക്കി നൽകണമെന്നും നിയമമുണ്ട്. അതേസമയം കാലാവസ്ഥ മാറി വരുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനിയായ എയർ ഇന്ത്യ ഫോഗ് കെയർ സംവിധാനം ആരംഭിച്ചത് വാർത്തയായിരുന്നു. ഇതിലൂടെ യാത്രക്കാർക്ക് തങ്ങളുടെ ഫ്ലൈറ്റ് യാത്ര പുനഃക്രമീകരിക്കാനും അധിക നിരക്കില്ലാതെ യാത്ര ക്യാൻസൽ ചെയ്യാനുമുള്ള സൗകര്യം നൽകുന്നുണ്ട്.
എന്നാൽ എയർ ട്രാഫിക് കൺട്രോൾ, സുരക്ഷാ പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയുടെ ഭാഗമായാണ് ഫ്ലൈറ്റ് യാത്രയിൽ കാലതാമസം ഉണ്ടാകുന്നതെങ്കിൽ അതിന് കമ്പനികൾ നഷ്ടപരിഹാരം നൽകേണ്ടതില്ല. ഫ്ലൈറ്റ് റദ്ദാക്കുകയാണെങ്കിൽ അക്കാര്യം യാത്രാ തീയതിക്ക് 2 ആഴ്ച മുമ്പെങ്കിലും യാത്രക്കാരനെ വിമാന കമ്പനി അറിയിക്കണം. കൂടാതെ യാത്ര പുനഃക്രമീകരിക്കുകയോ അല്ലെങ്കിൽ ടിക്കറ്റ് തുക തിരികെ നൽകുകയോ ചെയ്യണമെന്നും DGCA പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. യാത്രാ തീയതിക്ക് 24 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്കിടയിലോ ആണ് വിമാനം റദ്ദാക്കിയ വിവരം നൽകുന്നതെങ്കിൽ വിമാന കമ്പനി യാത്രക്കാരന് മറ്റൊരു ഫ്ലൈറ്റിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പാടാക്കി നൽകുകയോ ടിക്കറ്റ് തുക റീഫണ്ട് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. ഈ വിവരം കൃത്യമായി യാത്രക്കാരെ അറിയിക്കാതിരിക്കുകയോ അവർക്ക് അതേ ടിക്കറ്റ് നമ്പറിലുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റിൽ പോകാൻ കഴിയാതാവുകയോ ചെയ്താൽ കൃത്യമായ നഷ്ടപരിഹാരം നൽകാൻ വിമാന കമ്പനി അധികൃതർ ബാധ്യസ്ഥരാണ്. എങ്ങനെയൊക്കെയാണ് നഷ്ടപരിഹാരം നൽകേണ്ടതെന്ന് നോക്കാം. 1. 1 മണിക്കൂർ വരെ ബ്ലോക്ക് ടൈം ഉള്ള ഫ്ലൈറ്റുകൾക്ക് മുഴുവൻ റീഫണ്ടും 5000 രൂപയും അല്ലെങ്കിൽ ബുക്ക് ചെയ്ത വൺ വേ ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്ക് ഇതിലേതാണോ കുറവ് അത് മടക്കി നൽകണം. 2. 1 മുതൽ 2 മണിക്കൂർ വരെ ബ്ലോക്ക് ടൈം ഉള്ള ഫ്ലൈറ്റുകൾക്ക് മുഴുവൻ റീഫണ്ടും 7500 രൂപയും ബുക്ക് ചെയ്ത വൺ വേ ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്ക് ഇതിൽ കുറവ് ഏതാണോ അത് തിരികെ നൽകും. 3. 2 മണിക്കൂറിൽ കൂടുതൽ ബ്ലോക്ക് ടൈം ഉള്ള ഫ്ലൈറ്റുകൾക്ക് മുഴുവൻ റീഫണ്ടും 10000 രൂപയും ബുക്ക് ചെയ്ത വൺ വേ ടിക്കറ്റിന്റെ അടിസ്ഥാന നിരക്ക് ഇതിലേതാണോ കുറവ് അവ മടക്കി നൽകും. അതേസമയം മൂടൽമഞ്ഞ് പോലെയുള്ള സാഹചര്യത്തിൽ ഫ്ലൈറ്റ് യാത്രയിൽ തടസ്സം നേരിടുന്നവർക്ക് അധിക ചാർജ് ഇല്ലാതെ ലഭ്യമായ അടുത്ത ഫ്ലൈറ്റിൽ വീണ്ടും ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരിക്കും. മുടങ്ങിയ യാത്രയുടെ റീഫണ്ട് കിട്ടാനും ഇവർ അർഹരാണ്. എങ്ങനെയാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടത്? എങ്ങനെ റീഫണ്ട് ആവശ്യപ്പെടാം? 1. നിങ്ങളുടെ എയർലൈൻ വെബ്സൈറ്റ് തുറക്കുക. വെബ്സൈറ്റിലെ മാനേജ് ബുക്കിംഗ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. 2. ടിക്കറ്റിലെ PNR വിവരങ്ങളും യാത്ര ക്യാൻസൽ ചെയ്യേണ്ടയാളുടെ പേരും ടൈപ്പ് ചെയ്യുക. 3. മോഡിഫൈ ഓർ ക്യാൻസൽ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വിമാനം റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാത്രക്കാർക്ക് നഷ്ടപരിഹാരവും ആവശ്യപ്പെടാവുന്നതാണ്. യാത്ര മുടങ്ങി 1 മാസത്തിനുള്ളിൽ തന്നെ നഷ്ടപരിഹാരം ആവശ്യപ്പെടേണ്ടതാണ്. നഷ്ടപരിഹാരം തേടിയുള്ള അപേക്ഷയോടൊപ്പം ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിക്കുകയും ചെയ്യണം. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ച ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ, ഫോൺ നമ്പർ, ടിക്കറ്റ് നമ്പർ, ഫ്ലൈറ്റ് നമ്പർ, യാത്രാ തീയതി തുടങ്ങിയ വിവരങ്ങൾ അപേക്ഷയോടൊപ്പം ചേർക്കേണ്ടതാണ്. പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീരാമായ നമഃ രാമഭദ്രായ നമഃ രാമചന്ദ്രായ നമഃ രാഘവായ നമഃ. രാമമന്ത്രങ്ങൾ ഉയരുന്ന അയോധ്യ. ശ്രീരാമായ നമഃ രാമഭദ്രായ നമഃ രാമചന്ദ്രായ നമഃ രാഘവായ നമഃ. രാംലല്ല അനുഗ്രഹീതമാക്കിയ പുണ്യഭൂമി. കാഷായമണിഞ്ഞ് വിശ്വാസ വഴികൾ. നൂറ്റാണ്ടുകളുടെ സ്വപ്ന സാഫല്യം. ലോകം കാത്തിരിക്കുന്ന മഹനീയ ദിനം. അയോധ്യ ഉത്സവാഘോഷത്തിൽ. അയോധ്യയിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകൾ. പ്രാൺ പ്രതിഷ്ഠ. ചടങ്ങുകളും അയോധ്യാപുരിയിലെ വിശേഷങ്ങളും സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. ഈ പരിപാടി